ശരി, ഇതിൽ ബിജിഷ ആയുധം കൈവശം വെച്ചിരുന്നു ഈ പ്രതിഷേധ സമയത്ത് KSU പ്രവർത്തകർ എന്നാണല്ലോ പോലീസിന്റെ വാദം. അത് കോടതിയിൽ ഉൾപ്പെടെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ആയുധം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന്. അത് ഇതുവരെയും കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. അതായിരിക്കുമോ ഇനിയുള്ള പോലീസിന്റെ മുന്നിലെ വലിയ വെല്ലുവിളി? തീർച്ചയായും ദിവ്യ, ആയുധം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് മന്ത്രി നൽകിയ മൊഴിയുടെ അകത്ത്, മന്ത്രിയുടെ ഗവൺമെന്റ് നൽകിയ മൊഴിയുടെ അകത്ത് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയുധം കണ്ടെത്തുക എന്നുള്ളത് കേസിനകത്തെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുന്നതിലുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഒന്നും തന്നെ പോലീസിനും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ അന്ന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആയുധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു നിർണായകമാണ്. മാത്രമല്ല, ഈ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ വാഹനം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നതും അത് കഴിഞ്ഞ് മന്ത്രി ഈ പ്രവർത്തകരുമായി തട്ടിക്കയറുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഒപ്പം തന്നെ പോലീസ് ഈ പ്രവർത്തകരെയും മന്ത്രിയെയും വളഞ്ഞു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് ദൃശ്യങ്ങളിൽ തെളിവുകളില്ല. ആ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി കൊണ്ട് റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള തെളിവെടുപ്പായിരിക്കും റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ശരി ബിജീഷ്, ഇപ്പോൾ ഈ പ്രവർത്തകരെയും കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് കടന്നിരിക്കുകയാണ് പോലീസ്. അവിടെ തെളിവെടുപ്പ് പുരോഗമിച്ചു വരികയാണോ? നിലവിലിപ്പോൾ അവർ റെയിൽവേ പോലീസ് സ്റ്റേഷനകത്താണുള്ളത്. ഇത് കഴിഞ്ഞാകും മിക്കവാറും ഈ തെളിവെടുപ്പിലേക്ക് അവർ കൊണ്ടുപോവുക. ഇതിന്റെ പ്രധാന കവാടത്തിൽ, അതായത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ പ്രധാന കവാടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 25-ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3:15-നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാനിരുന്നതായിരുന്നു മന്ത്രി വീണ ജോർജ്. രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിലെ പല മേഖലകളിൽ നടന്ന പരിപാടികൾക്കൊടുവിലാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വൈകിട്ട് 3 മണിയോടുകൂടി എത്തുന്നത്. വരുന്ന ഘട്ടത്തിൽ പോലും തളാപ്പ് AKG ആശുപത്രിക്ക് സമീപത്ത് വെച്ച് പോലും യൂത്ത് ലീഗുകാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം മന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ, KSU പ്രവർത്തകർ എത്തുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ, അതുപോലെ തന്നെ അക്ഷയ്, ഇങ്ങനെ ഉൾപ്പെടുന്ന 5 പ്രവർത്തകരായിരുന്നു മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയത്. ഒരു വിഭാഗം ആൾക്കാർ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള പ്രധാന കവാടത്തിലേക്ക് വരികയും മറ്റുള്ളവർ പുറത്ത് നിന്ന് അകത്തേക്ക് വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മന്ത്രിയും ഈ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അതിനിടയിലാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു കൂട്ടപ്പൊരിച്ചിൽ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് അതിനോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്നത്. അതിനിടയിലാണ് മന്ത്രിക്ക് കഴുത്തിന് പരിക്കേറ്റു എന്നുള്ള കാര്യം മന്ത്രി ആരോപിക്കുന്നത്. ഈ സംഭവം നടന്നു, അതായത് കരിങ്കൊടി പ്രതിഷേധം നടന്നു കഴിഞ്ഞതിന് ശേഷം മന്ത്രി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ സാധാരണ എത്താറുള്ളത്. അവിടത്തേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവരോടാണ് മന്ത്രി ആദ്യം തന്റെ കഴുത്തിന് പരിക്കേറ്റ കാര്യം സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മന്ത്രിയെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വരികയും വലിയ തരത്തിലേക്ക് വിവാദങ്ങൾ വഴിമാറുകയും ചെയ്തത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും പോയ മന്ത്രി അവിടെ വെച്ച് ഇതിനകത്ത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തി. വലിയ തരത്തിൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ രാഷ്ട്രീയ വിവാദമായി മാറി. അന്ന് രാത്രി തന്നെ മന്ത്രി അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ 1 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അടുത്ത ദിവസം പുലർച്ചെയാണ് മന്ത്രി ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതൊക്കെയാണ് ഈ സംഭവം കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ നടന്ന കരിങ്കൊടി പ്രതിഷേധവും അതിനെ തുടർന്ന് നടന്ന ഈ വിവാദങ്ങളുടെയും പിന്നിലുള്ള കാര്യം. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ ഈ 5 പ്രവർത്തകരെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്ന റെയിൽവേ പോലീസ് അവരെ ഈ 2 ദിവസം കൊണ്ട് പരമാവധി കേസിനെ നിർണായകമായി മാറിയേക്കാവുന്ന നിർണായക തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണുള്ളത്. ശരി ബിജീഷ്, ഇതിൽ KSUവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രധാന വാദം എന്ന് പറയുന്നത് മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല, ആയുധം കൈവശം വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തി അവിടേക്ക് പോയതേ അല്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ്. അതിപ്പോൾ സാധൂകരിക്കണമെങ്കിൽ, തെളിയിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ അത് വളരെ നിർണായകമാണ്. അത് ഇതിനോടകം കളക്ട് ചെയ്ത് കഴിഞ്ഞു അന്വേഷണ സംഘം? ദിവ്യ, ഇതിനകത്ത് KSUവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേരത്തെ തന്നെയുള്ള വാദം ഇത് തന്നെയാണ്. അതായത് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെ, ആക്രമിച്ചിട്ടില്ല. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ മന്ത്രി ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറിയിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ KSU പ്രവർത്തകരും പറയുന്നത്. അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന തെളിവുകൾ നേരത്തെ അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മന്ത്രിക്ക് അടുത്തുപോലും പ്രവർത്തകർ എത്തിയിട്ടില്ല. മന്ത്രി ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി
ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്ഷമിക്കണം കോൺഗ്രസിന്റെ നേതൃത്വം രംഗത്തെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനും അതുപോലെ തന്നെ CPM-നും മുന്നിലുള്ള സർക്കാരിന് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി ഇക്കാര്യത്തിനകത്ത് നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും മന്ത്രി നൽകിയ മൊഴിയും സാധൂകരിക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നിർണായകമാണ്. പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം സൂചിപ്പിച്ചിട്ടുള്ളത് അതാണ്. അതായത് മന്ത്രിയെ ആക്രമിച്ചു, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിക്കടുത്തേക്ക് പാഞ്ഞെടുത്ത പ്രവർത്തകർ ഈ കറുത്ത കൊടിയിൽ പൊതിഞ്ഞ ആയുധം ഉപയോഗിച്ച് മന്ത്രി ആക്രമിച്ചു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിന് അടക്കമുള്ളത്. അതുതന്നെയാണ് കോടതിയിലും ഈ പോലീസ് സംഘം നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇവരെ റിമാൻഡിൽ നിന്ന് 2 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ തീരുമാനമായത്. ഇതിനകത്ത് നിർണായകമായിട്ടുള്ള ഈ ആയുധം കണ്ടെത്തുക, ഒപ്പം തന്നെ സംഭവത്തിനകത്ത് കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, നിർണായകമായി ഇവിടെ എത്തിച്ച വാഹനം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. അതിലേക്കായിരിക്കും ഈ റെയിൽവേ പോലീസിന്റെ 2 ദിവസത്തെ കസ്റ്റഡിയിലുള്ള തെളിവെടുപ്പിലൂടെ അവർ പരിശ്രമിക്കുക. ശരി, എന്തായാലും ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകരുമായുള്ള തെളിവെടുപ്പ് നടന്നു വരുന്നത്.